Assalamualaikum warahmatullahi Bismillah wassalatu wassalamu ala sayyidina Muhammad wa ala alihi. പ്രിയപ്പെട്ട മക്കളെ, 6ാം ക്ലാസ്സിലെ തസ്കിയ രണ്ടാമത്തെ പാഠം ത്വരീഖുൻ ഇലൽ ജിനാൻ, അതിൻ്റെ തദ്രീബാത്ത് കേട്ടോ. നഖറഉ, നമുക്ക് വായിക്കാം. സ്വല്ല യുസല്ലി സ്വലാത്തൻ, സലക യസ്ലുകു സുലൂക്കൻ, സഹല യുസഹിലു തസ്ഹീലുൻ, വളഅ യളഉ വളഉൻ, തഅല്ലമ യതഅല്ലമു തഅല്ലുമുൻ, സഅ യസ്അ സഅയ്യുൻ. ഇതൊക്കെ എന്തിപ്പോൾ ഇതൊക്കെ മാലികളാണ്. ഈ കളറുള്ള 6 പദങ്ങളും മാലിയാണ്. ഈ കളറുള്ള 6 പദങ്ങളും മുളാരിയാണ്. ഈ കളറുള്ള 6 പദങ്ങളും മസ്തറാണ്. അപ്പോൾ അത് കഴിഞ്ഞു പോയ കാലത്തെ സൂചിപ്പിക്കുന്നു. ഇത് വരാൻ പോകുന്നതും നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് പാസ്റ്റ്, ഇത് ഫ്യൂച്ചറും പ്രസൻറ്റും പറ്റും. ഇത് പിന്നെ അടിസ്ഥാന പദം മസ്തർ. അപ്പോൾ നമ്മൾ പിന്നെ ചൊല്ലി പഠിക്കണം. സ്വല്ല വന്നതിന് മുളാരി എങ്ങനെ യുസ്വല്ലി, മസ്തർ എങ്ങനെ സ്വലാത്തൻ, അങ്ങനെ ഓരോന്നും പഠിക്കും കേട്ടോ. ഇതൊക്കെ മറച്ച് നമ്മൾ പഠിച്ചതാണ് പുസ്തകത്തിൽ നോക്കിയിട്ട് ഞാൻ പറയുന്നില്ല. ഈ പഠിക്കേണ്ട മാളിയ മുളാരി മസ്തർ ഓരോന്നും പഠിക്കണം. പിന്നെ നമുക്കുള്ളത് രണ്ടാമത്തെ വർക്ക് നുഇദുൽ ജുമല, വാക്യങ്ങൾ തയ്യാറാക്കാനാണ്. ഒരു വാക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളൂ, യുസല്ലി. ഈ വാക്കിൽ നിന്ന് വാക്യങ്ങൾ ഉണ്ടാക്കണം. ഈ പദത്തിൽ നിന്ന് ഒരു വാക്യം ഉണ്ടാക്കണം. ഈ പദത്തിൽ നിന്ന് ഒരു വാക്യം ഉണ്ടാക്കണം. ഈ പദത്തിൽ നിന്ന് ഒരു വാക്യം ഉണ്ടാക്കണം. യുസല്ലി ഉൾക്കൊള്ളുന്നൊരു സെന്റൻസ്. യുസല്ലി നജീബ് റക്അത്തൈനി ഖബല സുബ്ഹ ഉണ്ടോ. സുബഹിന്റെ മുമ്പ് നജീബ് 2 റക്അത്ത് നിസ്കരിക്കും. യുസല്ലി പറഞ്ഞാൽ അർത്ഥം കിട്ടും. യുസല്ലി നിസ്കരിക്കും, എന്ത് ആരൊന്നും കിട്ടൂല. സലക്ക പറഞ്ഞാൽ പ്രവേശിച്ചു. എന്ത് പ്രവേശിച്ചു, ആര് എവിടെ പ്രസവിച്ചുണ്ടോ ആ പ്രവേശിച്ചു. സലക്ക ജുനൈദുൻ ത്വരീഖൽ ജന്നത്തി, വഴിയിൽ സ്വർഗപാതയിൽ ജുനൈദ് പ്രവേശിച്ചു. നീ അല്ലാഹു പറഞ്ഞ വെക്കുന്ന താഴ്ത്തുന്ന. വയലഉൽ മരീദു യദഹു അലാ റൗസിഹി, രോഗി അവന്റെ തലയുടെ മേൽ കൈ താഴ്ത്തി വെക്കുന്നു. തഅല്ലമ പഠിച്ചു. പക്ഷെ തഅല്ലമ ഉപയോഗിച്ചൊരു സെന്റൻസ് ഉണ്ടാക്കി. തഅല്ലമ അനസുൽ ഖുർആൻ, തഅല്ലമ അനസുൻ അൽ ഖുർആന. അല്ലമ സുബൈറുൻ അൽ അസ്മാഅ. അപ്പോൾ മനസ്സിലായോ? വാക്കിൽ നിന്ന് വാക്യങ്ങൾ ഉണ്ടാക്കാൻ, സെന്റൻസുകൾ ഉണ്ടാക്കാൻ, ഇതൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ഇത് ഉദാഹരണം എഴുതിയാൽ നിങ്ങൾക്ക് പറ്റി നിങ്ങൾ എഴുതാം ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മൾ പറയാൻ പോണത് എന്തായാലും കുറിച്ച് കൊണ്ടില്ലല്ലേ. നസ്കുറു അദദൽ കലിമാതി ഫി കുല്ലി കലാമിൻ കമാ ഫിൽ മിസാലി. അത്തഅലീമു ഇബാദത്ത്. ഇത് എത്ര പദമുണ്ട്? അത്തഅലീമു 1, ഇബാദത്ത് 1, ഇപ്പോൾ 2 എണ്ണം. അൽ മലായികത്തു തലഅൽ ജനാഹ. ഇത് എത്ര പദമുണ്ട്? അൽ മലായികത്തു ഒരു പദം, തലഉ ഒരു പദം, അൽ ജനാഹ ഒരു പദം, 3. ഈ കുല്ലുൻ യുസല്ലി അലാ മൻ അലമൽ ഖൈർ. ഇത് എത്ര പദമുണ്ട്? കുല്ലുൻ 1, യുസല്ലി 2, അല 3, മൻ 4, അലമ 5, ഖൈർ 4. അതങ്ങനെയില്ലേ. റെഡിന് റെഡ് അവിടെ കൊടുക്കുക, ഈ കളറിന് ഈ ഗ്രീന് കൊടുക്കുക. ഗ്രീൻ പല ഗ്രീനും ഉണ്ടാവും. ഇതിന് നമ്മൾ ബ്ലാക്ക് അല്ലത്ത് കടക്കട്ട ബ്ലാക്ക്, ഈ ബ്ലാക്ക് മൂപ്പർക്ക് ബ്ലാക്ക് അല്ല, ബ്ലാക്ക് ആണല്ലോ അങ്ങനെ നോട്ടെ. ഇത് എന്താണ് ഓരോ വാക്യങ്ങളിലും എത്ര വാക്കുകളുണ്ടെന്ന് കണ്ടെത്താൻ. നിനക്തുബുൽ മാന, അർത്ഥം ഇതാണ്. ഹൗത്തോൻ മത്സ്യം, നാംലോൻ ഉറുമ്പ്, ത്വരീഖുൻ വഴി, ജനാഹുൻ ചിറക്, മറാമുൻ ഉദ്ദേശ്യം, ഫദ്ലുൻ ശ്രേഷ്ഠത. നിനക്തശിഫുൽ ഇജാബാത്ത്, ഉത്തരം കണ്ടെത്താനാണ്. ലിതഅല്ലുമി ബാദിൻ മിനൽ ഇൽമി ഫദ്ലുൻ നുബയ്യിനു, അറിവിൽ നിന്നും ഒരു അധ്യായം പഠിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുക. പിന്നെ ഇതാണ് പുസ്തകത്തിലുള്ളത്. ഈ ഗ്രേ കളറാക്കി വെച്ചത് പുസ്തകത്തിലില്ല കേട്ടോ. അത് അതിൻ്റെ അർത്ഥമാണ്. ഇനി ഉത്തരം തരണം.
തഅല്ലുമു ബാബി മിനൽ ഇൽമി അഫ്ളലു മിൻ സ്വലാത്തി 100 റക്അ. 100 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. പിന്നെ അറബിയിൽ ചോദിച്ചു, അറബിയിൽ ഉത്തരം പറഞ്ഞു. അടുത്ത ചോദ്യം, കുല്ലു യുസല്ലി യാ ഹബീബു അലാ മൻ, എല്ലാവരും പ്രാർത്ഥിക്കുന്നു ഹബീബെ, ആരുടെ മേലാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നേ? അലാ മൻ ഇക്തസബൽ ഇൽമ വഅല്ലമ അന്നാസൽ ഖൈർ, അറിവ് നേടുകയും ജനങ്ങളെ നന്മ പഠിപ്പിക്കുകയും ചെയ്യുന്നവന്റെ മേലിൽ. അപ്പൊ അറബിയിൽ ചോദിച്ചപ്പോൾ അറബിയിൽ ആൻസർ പറഞ്ഞു. അതിന്റെ അർത്ഥം കേട്ടോ, സുഹില തരീഖുൻ ഇലൽ ജിനാനി ലിമൻ, ആർക്കാണ് സ്വർഗത്തിലേക്കുള്ള പാത തയ്യാറാക്കപ്പെട്ടത്, എളുപ്പമാക്കപ്പെട്ടത്? മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന, ഒരാൾ ഇൽമിന്റെ വഴിയിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി അവന് എളുപ്പമാക്കപ്പെടും. യതലഉൽ മലായികതു അജ്നിഹതഹാ ലിമൻ വലിമ, ആർക്കാണ് മലായികത്ത് ചിറകിനെ താഴ്ത്തി കൊടുക്കുന്നത്? എന്തിനാണ് താഴ്ത്തി കൊടുക്കുന്നത്? എന്ത് ചോദ്യ? മലക്കുകൾ ആർക്കാണ് ചിറക് താഴ്ത്തി കൊടുക്കുന്നത്? എന്തുകൊണ്ടാ താഴ്ത്തി കൊടുക്കുന്നത്? ലിത്വാലിബിൽ ഇൽമി ഇദാ ഖാസദ ബിഹി റിളല്ലാഹ്, അറിവ് നേടുന്നവന് അവൻ അതുകൊണ്ട് അള്ളാന്റെ പൊരുത്തം ലക്ഷ്യമാക്കിയാൽ അപ്പോഴേ കിട്ടുള്ളൂ. പഠിക്കാൻ പോയിക്കുന്ന മദ്രസക്ക് വരുന്നുണ്ട്, ഓനെ ലക്ഷ്യം വേറെ എന്തൊക്കെയാ? എല്ലാവരും പോകല്ലേ, ഞാനും പോവാണ്, ഓനല്ലടോ പറഞ്ഞേ. ഇമ്മച്ചായി എങ്ങനെ ഇജ്ജ് നിർത്തിയടാ? ഇജ്ജെങ്ങനെയടി നിർത്തുക? ഓളെ കുട്ടികളൊക്കെ പോകണ്ടേ? ഇമ്മച്ചിക്ക് പോകൂല, അയ്ബത്തരം, അതുകൊണ്ട് പോവുക. എനിക്കല്ല പറഞ്ഞേ, ഞാൻ അല്ലാഹുവിന്റെ ഇൽമ് പഠിക്കാൻ പോവുകയാണ്, എനിക്കതുകൊണ്ട് ദുനിയാവുക്കും ആഖിറത്തുക്കും ഒരുപാട് നന്മ കിട്ടുമെന്ന പ്രതീക്ഷയിൽ അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി അറിവ് പഠിക്കാൻ പോവുകയാണെങ്കിൽ മലക്കുകൾ ചിറകുകൾ താഴ്ത്തി കൊടുക്കുമടോ. നുതർജിമു ഇലാ ലുഗതിനാ, മാതൃഭാഷയിലേക്ക് നമുക്ക് മാറ്റാം. വമലായികുൻ തലഉൽ ജനാഹ ലഹു, വമലായികുൻ തലഉൽ ജനാഹ ലഹു. അല്ലേ? എന്താണ് പറഞ്ഞത്? ചെറിയ മലായികത്തുന്നുണ്ട് നമ്മുടെ പുസ്തകത്തിൽ, അങ്ങനെയാണ്. കുൻ വമലായികുൻ തലഉൽ ജനാഹ ലഹു, മലക്കുകൾ അവന് ചിറകുകൾ കയറ്റിക്കൊടുക്കുന്നു. എന്റെ മലയാള ഭാഷ, കുല്ലുൻ യുസല്ലി യാ ഹബീബു അലല്ലദി, കുല്ലുൻ യുസല്ലി അലാ മൻ അല്ലമൽ ഖൈറൽ ഉനാസ്. അർത്ഥം എന്താണ്? ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്നവന്റെ മേൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പിന്നെ വേറൊന്ന്, ഇന്നൽ ഇലാഹ വ അഹ്ലസ് സമാഇ വൽ അർളി യുസല്ലൂൻ, തീർച്ചയായും അല്ലാഹുവും ആകാശഭൂമിയിലുള്ള സകല വസ്തുക്കളും പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ മലയാളം. ഇനി വിട്ടഭാഗം പൂരിപ്പിക്കാനാണ്. വിട്ടഭാഗം പൂരിപ്പിക്കാനുണ്ട്. എന്താ വിട്ടഭാഗം? വിട്ടഭാഗം പൂരിപ്പിക്കാനുണ്ട്. നംലഉൽ ഫറാഗ്, വിട്ടത് പൂരിപ്പിക്കാം. വതഅല്ലുമുൻ ലിൽ ബാബി, അവിടെ എന്താ വിട്ടതാണ്? മിനൽ ഇൽമി ലഹു, വതഅല്ലുമുൻ ലിൽ ബാബി മിനൽ ഇൽമി ലഹു, അവിടെ വതഅല്ലുമുൻ ലിൽ ബാബി. ഫളറുൻ അലാ മിഅതി റുകഅതി നാഫില, അതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല. എന്താ റൂം നോക്കിയാൽ അതൊക്കെ എങ്ങനെ റുകഅതി നാഫില പൂരിപ്പിച്ചു കൊടുത്തിട്ടോ. تخصيص سيمنا نعيد فقرة عن فضائل العلم, ഇൽമിന്റെ മഹത്വത്തെ കുറിച്ച് നമുക്കൊരു ഒരു ഖണ്ഡിക തയ്യാറാക്കാം. അറിവിന്റെ ശ്രേഷ്ഠത, ആ ശ്രേഷ്ഠതകളെ കുറിച്ചുള്ളൊരു ഖണ്ഡിക തയ്യാറാക്കാം. നോക്കിയാലോ നമുക്ക്? പടച്ച റബ്ബ് സ്വീകരിക്കണേ അല്ലാഹ്. ഇസ്ലാം മതം അറിവ് പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട്. പ്രവാചകനായ മുഹമ്മദ് നബി തന്നെ അധ്യാപകനായി നിയോഗിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറിവുള്ളവനും അറിവില്ലാത്തവനും സമന്മാരാണോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്.
അറിവ് സമ്പാദ്യത്തിൻ്റെ ശ്രേഷ്ഠതയാണ് സൂചിപ്പിക്കുന്നത്. അറിവ് പഠിക്കുന്നവൻ മലക്കുകളുടെ അറിവ് പഠിക്കുന്നവന് മലക്കുകളുടെ സംരക്ഷണമുണ്ടാകും. ആകാശ ഭൂമിലോകത്തെ സർവ്വതും മലക്കുകളുടെ സംരക്ഷണമുണ്ടാകും. അറിവ് പഠിക്കുന്നവന് ഭൂമി ലോകത്തെ മലക്കുകളുടെ സംരക്ഷണമുണ്ടാകും. ഈ എഡിറ്റിങ് പറ്റിപ്പാ. ആകാശവും ലോകത്തെ സർവ്വരും അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലേ? അറിവ് പഠിക്കുന്നവന് മലക്കുകളുടെ സംരക്ഷണം ഉണ്ടാകും. ആകാശഭൂമി ലോകത്തെ സർവ്വതും അവന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ രക്ഷിതാവേ, എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയും അപ്രകാരം ദുആ ചെയ്യാൻ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അറിവിൻ്റെ ശ്രേഷ്ഠതയെയും മഹത്വത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിഐദീനാ ഖല്ലത്ത് ഹീലത്തുനാ ദിരിക്നാ. പടച്ചോനെ, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഖൈറായ ഉദ്ദേശങ്ങൾ ഹാസിലാക്കണേ അല്ലാഹ്. രോഗങ്ങളൊക്കെ മാറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് സർവ്വദോഷങ്ങളും പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവർ ജീവിച്ചിരിക്കുന്നവർക്ക് നല്ല ആരോഗ്യവും ആഫിയത്തും നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവരെ ഖബർ ജന്നാത്തുൽ ഫിർദൗസിന്റെ പരിമളമുള്ള ഖബറുകളാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല ബുദ്ധി തരണേ അല്ലാഹ്. ഓർമ്മശക്തി തരണേ അല്ലാഹ്. നല്ലവരാക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.